ഷാർജയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ കൊല്ലം ചവറ തെക്കുംഭാഗം സ്വദേശിനി അതുല്യ ഭർത്താവ് സതീഷ് നേരിട്ടത് കൊടിയ പീഡനം. സതീഷിൻ്റെ ക്രൂരമർദ്ദനം. അതുല്യ സഹോദരി വിവരിക്കുന്ന ശബ്ദ സന്ദേശം 24 കിട്ടി. മരിക്കുന്നതിന് കുറച്ച് സമയം മുമ്പാണ് ഈ ശബ്ദ സന്ദേശം അയച്ചത്. ആത്മഹത്യ ചെയ്യാൻ കഴിയുന്നില്ല എന്നുവരെ പറയുന്നൊരു ശബ്ദ സന്ദേശമാണ് ഉണ്ടായത്. എന്നാൽ അതിനുശേഷം ഇവർ ആത്മഹത്യ ചെയ്തു എന്ന രീതിയിലാണ് പറയുന്നത്. മാത്രമല്ല സതീഷിനെ പേടിപ്പിക്കാൻ നടത്തിയ ശ്രമത്തിൽ, അതായത് ഭർത്താവ് സതീഷിനെ ആത്മഹത്യ ചെയ്യും എന്നുള്ളത് കഴുത്തിൽ കുരുക്കൊക്കെ ഇട്ട് പേടിപ്പിക്കാൻ ശ്രമിച്ചതിനിടയിൽ കയറ് കുരുങ്ങി മരിച്ചു പോയതാണ് എന്ന രീതിയിലുള്ള പ്രചാരണങ്ങളൊക്കെ നടക്കുന്നു. സതീഷ് മദ്യപിച്ച് അതുല്യയെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ജോലിക്ക് പോകുമ്പോൾ അതുല്യയെ സതീഷ് മുറിയിൽ പൂട്ടിയിട്ടതായിരുന്നു പോയിരുന്നത്. ഒരു സംശയരോഗിയായിരുന്നു ഇയാളെന്നാണ് സഹോദരി അഖില 24നോട് പറഞ്ഞത്. അതുല്യയുടെ മരണം അന്വേഷിക്കാൻ ഒരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടുണ്ട്. തെക്കുംഭാഗം സിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം സത്യം കണ്ടുപിടിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ആ വാർത്തയിലേക്ക്. മദ്യപിച്ച് ലക്കുകെട്ട സതീഷ് ശങ്കർ ഉപദ്രവിക്കുന്ന ഈ ദൃശ്യങ്ങൾ പറയും അതുല്യ നേരിട്ട പീഡനം. മർദ്ദനമേറ്റു നിലവിളിക്കുന്ന അതുല്യ, കേട്ടാൽ അറയ്ക്കുന്ന തരത്തിൽ അസഭ്യം പറയുന്ന സതീഷ്. ക്രൂരപീഡനമേറ്റ അതുല്യയുടെ ചിത്രങ്ങളും പുറത്ത്. അതുല്യ തന്നെ ചിത്രീകരിച്ച് സഹോദരി അഖിലയ്ക്ക് അയച്ച ദൃശ്യങ്ങളും ചിത്രങ്ങളുമാണിത്. നേരിട്ട പീഡനം സഹോദരി അഖിലയോട് അതുല്യ പറയുന്ന ശബ്ദ സന്ദേശവും പുറത്തു വന്നു. ചവിട്ടി കൂട്ടി തന്നെ ഡിസ്റ്റർബൻസ് ആണ്, ഉറങ്ങുന്നതിനെന്നും പറഞ്ഞു. എനിക്ക് വയ്യാടി, അനങ്ങാൻ വയ്യ, വയറെല്ലാം ചവിട്ടി, സഹിക്കാൻ പറ്റുന്നില്ല. ഇത്രയൊക്കെ കാണിച്ചിട്ട് അയാളുടെ കൂടെ തന്നെ അയാളുടെ കൂടെ നിൽക്കേണ്ടി വരുന്ന അവസ്ഥയാണ്. മദ്യപിച്ചാൽ സതീഷ് സൈക്കോയാണെന്ന് അഖില 24നോട്. ജോലിക്ക് പോകുമ്പോൾ അതുല്യ സതീഷ് പൂട്ടിയിടും. അവിടെയൊക്കെ ജോലിക്ക് പോകുമ്പോൾ പുറത്തുനിന്ന് താക്കോല് പൂട്ടിയിട്ട് പോകും. അപ്പൊ നമ്മൾ പറയുകയും ചെയ്യും, ഇവിടെ ഇങ്ങനെ ഫ്ലാറ്റുകളാണ്, എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ നീ ഇങ്ങനെ ഒരു തീപിടുത്തം എന്തെങ്കിലും ഉണ്ടായാൽ നീ ഇങ്ങനെ പുറത്തോട്ട് നീ താക്കോല് കൊടുക്കരുതെന്ന് പറയാം. അപ്പോൾ പറയുന്നത് എന്ത് ചെയ്യാനായിട്ട് സംശയമാണ്. അതുല്യയുടേത് കൊലപാതകമാണെന്ന് മാതാവ് തുളസിബായി. സ്വയം ഞാൻ ആത്മഹത്യ ചെയ്യത്തില്ലമ്മേ. അഥവാ ഞാൻ മരിച്ചെന്ന് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ അയാൾ എന്നെ കൊന്നയാന്ന് വിചാരിച്ചോണം. ഷാർജ പോലീസിലും ഇന്ത്യൻ കോൺസുലേറ്റിലും പരാതി നൽകാനാണ് അതുല്യയുടെ കുടുംബത്തിന്റെ തീരുമാനം. ഷാർജയിലെ മോർച്ചറിയിലാണ് അതുല്യയുടെ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത്. നാളെയാണ് പോസ്റ്റ്മോർട്ടം. അരുൺ പാറാട്ട്, 24, ദുബായ്.